കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനൊന്നും ആലോചിച്ചിട്ടില്ല, ഞാൻ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആ ഒരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റാഗി നിങ്ങൾക്ക് മുഴുവനായിട്ടും വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൈവെക്കാതെ ഇളക്കിയെടുക്കണം, എല്ലാം പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് റാഗി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 5 ഡേറ്റ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഡേറ്റ്സ് എന്ന് വെച്ചാൽ കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ ചിയാ സീഡ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാങ്ങയാണ്. ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാഗി മിക്സിൽ ഈ ഒരു മാങ്ങ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് തരാം. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു സ്മൂത്തി മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വയറ് നന്നായിട്ടൊന്ന് ഫില്ലായി കിട്ടും. അപ്പോൾ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയാണിത്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇതാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഡെയിലി ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കില്ല, ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കും. ബാക്കി ദിവസങ്ങളിൽ ഞാൻ വേറെ സ്മൂത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്മൂത്തി എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്മൂത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.